പെൺകുട്ടി ഒരു പയ്യനെ പ്രപ്പോസ് ചെയ്തു. അപ്പോൾ അവൻ പറഞ്ഞു, 100 തവണ നീ എന്നോട് കൺഫസ് ചെയ്താൽ ഞാൻ അത് സമ്മതിക്കാമെന്ന്. അവൾ അത് വിശ്വസിച്ചു. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ 99 പ്രാവശ്യം അവൾ തന്റെ പ്രണയം അവനെ അറിയിച്ചു. ഒടുവിൽ 100ാമത്തെ പ്രാവശ്യം അവന്റെ ബർത്ത്ഡേയിൽ കൺഫസ് ചെയ്യാൻ ഒരുങ്ങി അവൾ ആ സത്യം തിരിച്ചറിഞ്ഞു. സത്യത്തിൽ അവൻ അവളോട് പ്രണയമേ ഇല്ലായിരുന്നു. ഒരാൾ തന്റെ പുറകിൽ തന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു നടക്കുന്നത് അവൻ ആസ്വദിക്കുകയായിരുന്നു. അന്ന് രാത്രി അവൾ അവസാനമായി കൺഫസ് ചെയ്യുമ്പോൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവളെ റിജക്ട് ചെയ്യുമെന്ന് അവൻ പറയുന്നത് അവൾ കേട്ടു. തന്റെ 2 വർഷത്തെ സ്നേഹം അവന് വെറും ഒരു തമാശ മാത്രമായിരുന്നു എന്നവൾ തിരിച്ചറിഞ്ഞു. ആ നിമിഷം ആ സ്നേഹം ഉപേക്ഷിക്കാൻ അവൾ ഉറപ്പിച്ചു. പാർട്ടിയിൽ അവൾ നാണം കടന്നത് കാണാൻ എല്ലാവരും കാത്തിരുന്നു. എന്നാൽ അവരെ അതിശയിപ്പിച്ചുകൊണ്ട് അവൾ അവനോട് ചോദിച്ചു, നിനക്ക് ശരിക്കും എങ്ങനെയുള്ള പെൺകുട്ടിയെയാണ് ഇഷ്ടമെന്ന്. അതേസമയം ഒരു പെൺകുട്ടി കേക്കുമായി അങ്ങോട്ടേക്ക് വന്നു. അവളാണ് തന്റെ ടൈപ്പ് എന്ന് അവൻ ഉടനെ പ്രഖ്യാപിച്ചു. എന്നിട്ട് തന്റെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്നവരെ തനിക്ക് സഹിക്കാൻ കഴിയില്ല എന്നും അവൻ പറഞ്ഞു. ഉടനെ അവൾ പറഞ്ഞു, ഗ്രാജുവേഷൻ ദിവസം കോളേജിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ അവസാനത്തെ കൺഫഷൻ നടത്തുമെന്ന്. അവിടെ നിന്ന് പോയ അവൾ അവളുടെ വീട് മാറി ആ നഗരം വിട്ടു പോകാൻ തീരുമാനിച്ചു. ഗ്രാജുവേഷൻ ദിവസം അവൻ അവിടേക്ക് എത്തി. എല്ലാവരും ആ കൺഫഷന് വേണ്ടി കാത്തിരുന്നു. റൂഫ് ടോപ്പിൽ അവളുടെ ഫ്രണ്ട്സ് വന്നു. അത് അവർ ഒരിക്കൽ സർപ്രൈസ് ആണെന്ന് അവൻ തെറ്റിദ്ധരിച്ചു. എന്നാൽ അവിടെ വലിയൊരു ബാനർ ഉയർന്നപ്പോൾ എല്ലാവരും നിശബ്ദരായി. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു, ഈ മോശം മനുഷ്യനെ ഞാൻ ഇനി ഒരിക്കലും സ്നേഹിക്കില്ല എന്ന്. സോ ഗൈസ്, നിങ്ങളെ ബഹുമാനിക്കാത്ത ഒരാൾക്ക് വേണ്ടി നിങ്ങളുടെ വിലപ്പെട്ട സമയം കളയരുത്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.